ഹലോ, അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ലോങ് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നിങ്ങനെ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, ഓക്കെ ഇന്ന് എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. അതും പുലർച്ചയ്ക്ക് 3:30 പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം രാവിലെ ആകുമ്പോൾ പിന്നെ മടിയാവും. ഉറങ്ങി എണീറ്റ പാടെ തന്നെ വീഡിയോ തുടങ്ങാൻ ഇപ്പം എന്താണെന്നറിയില്ല, ഭയങ്കര മടിയാണ്. അപ്പോൾ ഏതായാലും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 3:30 കേട്ടോ. പുലർച്ചയ്ക്ക് നമ്മൾ ജമൻക്ക് ഡയപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എസ്ജയും ഇസാനും ഒന്നും അറിയില്ല കേട്ടോ നമ്മൾ പോകുന്നത്. രണ്ടാളും കിടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടേനു. അപ്പോൾ നമ്മളങ്ങനെ മെല്ലെ ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് വന്നപ്പം ലേറ്റായി. ഇപ്പോഴത്തെ ഡ്യൂട്ടി ആണെങ്കിൽ വല്ലാത്തൊരു ടൈമാണ്. കാരണം മൺഡേ ടു തേഴ്സ്ഡേ വരെ മോർണിംഗ് ഡ്യൂട്ടിയാണ്. ബാക്കി 2 ഡേയ്സ് എന്താ പറയുക നൈറ്റ് ഡ്യൂട്ടി, പിന്നെ സൺഡേ ലീവാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഉറക്കമൊക്കെ ആകെ എന്തോ ഒരു അൽക്കുലത്തായി കിടക്കുകയാണ്. ചില സമയത്ത് പകലൊക്കെ നല്ല ഉറക്കം വരും. അങ്ങനത്തെ ഒരു പ്രത്യേക തരം അവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ ജമൻ്റെ പമ്പേഴ്സിന് വേണ്ടിയിട്ട് ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് അങ്ങനെ നോക്കി പോവാണ് കേട്ടോ. അവിടെ 24 hours ഉള്ള ഷോപ്സൊക്കെ ഉണ്ടാവും. അപ്പം അവിടുന്ന് എവിടുന്നെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതേനു. ഇവൻക്കിപ്പോൾ ഒരു 3 വയസ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പമ്പേഴ്സൊക്കെ എന്താ പറയുക സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എങ്ങനെയായാലും രാത്രിയൊക്കെ ബുദ്ധിമുട്ടാവും. പകലൊന്നും പിന്നെ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാം, അങ്ങനെ നല്ല പകൽ ഞാൻ തീരെ യൂസ് ചെയ്യാറില്ല കേട്ടോ. രാത്രി ഉറങ്ങുമ്പോൾ മാത്രമാണ്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ആദ്യം ഒരു ഷോപ്പിൽ പോയി അവിടുന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേറെ 1-2 സ്ഥലത്തും പാടി നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇവിടെ പമ്പേഴ്സിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല. അങ്ങനെ നമ്മൾ വേറെ 2 ഷോപ്പിലും കൂടി പോയപ്പോൾ സലൻ്റെ ടൈം ആയപ്പം ഓരോക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 24 hours ഷോപ്പാണെങ്കിലും സലൻ്റെ ടൈം ആകുമ്പം എല്ലാവരും ക്ലോസ് ചെയ്യും കേട്ടോ. ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ ക്ലോസ് ചെയ്യും. അങ്ങനെ പിന്നെ നമ്മൾ ഫസ്റ്റ് പോയിട്ടുള്ള അവിടെ തന്നെ പോയിട്ട് അവിടെ നിന്നും ബേബി ജോയിൻ്റെ ഒരു ഡയപ്പറൊക്കെ വാങ്ങി. എന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുമ്പോഴേ ക്യാൻ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. ക്യാനോ അഫമോ എന്തെങ്കിലും വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഡയപ്പർ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നപ്പോഴേക്കും നല്ല ലേറ്റ് ആയിരുന്നു. ഞാൻ കാറിൽ കിടന്ന് നല്ല തൂങ്ങലേനു ഉറക്കം വന്നിട്ട്. അങ്ങനെ പിന്നെ എന്നോട് മൊഹിത്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചതേനു. പക്ഷെ സാധനം വാങ്ങിയപ്പോൾ ഞാനും ജമനും കൂടി തന്നെ അതിൻ്റെ 3/4 ഭാഗം കുടിച്ച് തീർത്തു. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ 3/4 ഭാഗത്തോളം ഐസും ആയിരുന്നു കേട്ടോ. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇത്രയും ഐസ് ഇട്ടിട്ട് ഇവിടെ നോർമലി ഒരു പകുതിയോളം ഐസ് ഇട്ടിട്ടാണ് ഈ മൊഹിത്തോ ഒക്കെ തരാം, ഐസ്ഡ് കോഫി അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടല്. ഇത് നോക്കിയപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഐസ് ചെയ്യുന്നു. പിന്നെ വേറെ ഏതോ ഒരു ഡ്രിങ്കും പാടി വാങ്ങിയിട്ട് അതിലൊഴിച്ചിട്ട് വീണ്ടും കുടിച്ചു. എന്നിട്ട് പിന്നെ റൂമിലെത്തി ഒരൊറ്റ കിടത്തേനു കേട്ടോ. കിടന്നതേ ഓർമ്മയുള്ളൂ, പിന്നെ ഉറങ്ങിപ്പോയി. പിന്നെ ഇപ്പോൾ അതാ എണീക്കുമ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇന്ന് സൺഡേ നമ്മൾ ലേറ്റായിട്ടാണ് എണീക്കൽ. മീൻസ് ആദ്യമൊക്കെ നൈറ്റ് ഡ്യൂട്ടി ആവുന്ന സമയത്ത് സൺഡേ നല്ലോണം കിടന്നുറങ്ങിയിട്ടാണ് കേട്ടോ എണീക്കൽ. പക്ഷെ ഇപ്പോൾ ഒരു സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റുന്നില്ല പറഞ്ഞില്ലേ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡ്യൂട്ടി ആയതും നമ്മൾ കിടക്കുന്നത് നല്ല ലേറ്റ് ആയതുകൊണ്ടൊക്കെ ഉറക്ക ആകെ എന്തോ പോലാണ്. അപ്പം കുറച്ച് കൂടുതൽ നേരം കിടന്നുറങ്ങിയാൽ പേടിയാണ്, രാത്രി വേഗം ഉറക്കം കിട്ടൂലേ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം തലേ ദിവസം തന്നെ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിഷ് ഇതെന്തെങ്കിലും ഒന്നും ആവോലി മീനാണ് തോന്നുന്നുണ്ട്. അപ്പം തലേ ദിവസം തന്നെ ഫിഷൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബിരിയാണി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഒപ്പിച്ചാൽ മതി. ആ മസാല അടി പിടിക്കത് കൊയ്യാതെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള
അങ്ങനെ ബിരിയാണീൻ്റെ മസാലയും റൈസൊക്കെ സെറ്റായിട്ട് ഇനി ഇത് ദമ്മിടുന്ന പ്രോസസ്സാണ് കേട്ടോ. ഞാൻ ബിരിയാണി ഫിഷ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ലെയറാക്കിയിട്ടാണ് ഇടൽ. മീനും മസാലയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യലില്ല. അതാകുമ്പോൾ മീൻ ഇങ്ങനെ ഉടഞ്ഞു പോവും. ഇതാകുമ്പം അത്ര തന്നെ മീൻ ഉടഞ്ഞു പോവില്ല. ദമ്മിന് റൈസ് സെപ്പറേറ്റ് ആക്കുന്ന സമയത്താണെങ്കിലും അത് നോക്കിയിട്ട് മെല്ലെ എടുത്തു കഴിഞ്ഞാൽ മീൻ അങ്ങനെ ഉടയാതെ പീസായിട്ട് തന്നെ അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രൈ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കി. അങ്ങനെ അതാ ഒരു 10 മിനിറ്റ് ദമ്മൊക്കെ വെച്ചതിന് ശേഷം എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും ഇതേപോലെ ഈ സുപ്ര വിരിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഫുഡ് കഴിക്കൽ. ഇന്നിപ്പം ചെറുതായിട്ടൊരു മടിയായി, പ്ലേറ്റൊക്കെ കഴുകണ്ടേന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ സുപ്ര വിരിച്ചതാണ്. പിന്നെ തലക്കലുള്ള ആൾക്ക് സുപ്ര എത്താത്തത് കൊണ്ട് പ്ലേറ്റ് കിട്ടി. അങ്ങനെ ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് ലീവാണല്ലോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന ഒരു മഗ്‌രിബിന് ശേഷമാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങുന്നത്. എന്ന് സത്യം പറയുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പുറത്തിറങ്ങണം. ഇവിടെ സ്ട്രോബെറി തോട്ടമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകാൻ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ ആസ് യൂഷ്വൽ നമ്മൾ ലേറ്റായി. അത് എങ്ങനെയായാലും ലീവുള്ള ദിവസം നമ്മൾ നേരത്തെ പുറത്തിറങ്ങണം എന്ന് വിചാരിച്ചാൽ എങ്ങനെയായാലും മരിവ് കഴിയിട്ട് ഇറങ്ങാനും. അപ്പം ഇന്നിപ്പം നമ്മൾ എന്തായാലും റൂമിൽ തന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പാർക്കിൽ പോയിരുന്ന് ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതുകൊണ്ടാണ് കുറച്ചുകൂടി ലേറ്റ് ആയത്. അങ്ങനെ നമ്മൾ കുറച്ച് പപ്സും പിന്നെ ഈ പഴം ഞാൻ വേണ്ടി പൊരിച്ചതുണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പാർക്കിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ പാർക്കിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഇരിക്കാൻ. നമ്മൾ ചുറ്റിനും വണ്ടി പോകുന്ന പോലേനു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളും പിന്നെ കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് പിന്നെ ജ്യൂസും വാങ്ങി. അങ്ങനെ പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ചായ ഒക്കെ കുടിച്ചു. മക്കൾ പോയി വന്നു പറഞ്ഞ പോലെ ഒരു പേരിന് ചായ കുടിച്ചിട്ട് വേഗം ഓര് പോയി കളി തുടങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 9 മണി 9:30 ആയപ്പോൾ മെല്ലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമല്ല, എസക്കും ഇസാൻക്കും പർദ്ദയും തോപ്പൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അതിനങ്ങനെ ഇവിടെ ഉള്ളൊരു ഷോപ്പിൽ പോകാൻ നോക്കി. അപ്പം അവിടെ എസക്കുള്ള പർദ്ദ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് വാങ്ങിയിട്ടില്ല. അപ്പം ഇന്ന് അവിടെ പോയിട്ട് എസക്ക് പർദ്ദ വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഓക്ക് പറ്റിയിട്ടുള്ളൊരു പർദ്ദ 2-3 പർദ്ദയൊക്കെ ഇട്ട് നോക്കിയിട്ടോ. എന്നിട്ട് പിന്നെ അതിൽ നിന്നൊരു പർദ്ദ എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഓളെ സൈസ് ഇല്ലേനു, ഓക്ക് കറക്റ്റ് സൈസുള്ളതാണ് കിട്ടിയത്. ഓളാണെങ്കിൽ പെട്ടെന്ന് നീളം വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് റെഡി ആവില്ലല്ലോ വിചാരിച്ച് അങ്ങനെ പിന്നെ ഓക്ക് പറ്റിയൊരു പർദ്ദ വാങ്ങി. ഇനി നെക്സ്റ്റ് മുകളിൽ പോയിട്ട് തോപ്പ് നോക്കട്ടെ വിചാരിച്ച്. ഇസാൻ്റെ തോപ്പ് നമ്മൾ 2 പ്രാവശ്യം പോയപ്പോഴും ഓൻ്റെ സൈസ് കിട്ടിയിട്ടില്ലേനു കേട്ടോ. അതേപോലെ തന്നെ ഇപ്രാവശ്യം നോക്കിയപ്പോൾ ഓനക്ക് കറക്റ്റ് സൈസാണ് കിട്ടിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലയെന്ന് പറയില്ലേ, അതേപോലെ. പക്ഷെ കറക്റ്റ് സൈസ് സാധനം എടുത്താൽ ശരിയാവില്ല, കാരണം ഇവരൊക്കെ പെട്ടെന്ന് നീളം വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് വേഗം ചെറുതാവുമല്ലോ. അങ്ങനെ പിന്നെ ഓനക്ക് അവിടെ നിന്ന് എടുത്തില്ല, വേറെ ഇനി നോക്കിയിട്ട് പിന്നെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നാളെ ഡ്യൂട്ടി ഉള്ളതാണ്. അപ്പം വേഗം പോയി കിടക്കണം എന്നൊക്കെ പറഞ്ഞാലും എങ്ങനെ ആയാലും ചിലപ്പം 2 മണി ഒക്കെ ആവും. ഒരു 7:30 ആകുമ്പം ഡ്യൂട്ടിക്ക് കയറും വേണം. അങ്ങനെ നമ്മൾ ഷവർമ ഹൗസിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ആകുമ്പം എല്ലാ ഫുഡും ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ഫുഡിന് വേണ്ടിയത്. അപ്പോൾ പിന്നെ ഇവിടെ വന്നാൽ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ടാവും. ബ്രോസ്റ്റ് വേണ്ടവർക്ക് ബ്രോസ്റ്റ്, ഷവർമ, റൈസ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. പക്ഷേ ഇവിടെ വന്നപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇളക്കേനു കേട്ടോ. കാരണം നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കളിക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം അതിനിവിടെ നല്ല അടിയും, അവിടെ കളിക്കാൻ വേണ്ടി നല്ല കരച്ചിലൊക്കെയായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫുഡ് വന്നു. നമ്മൾ ഷവർമയാണ് കേട്ടോ വാങ്ങിയത്. എസൈസാൻക്ക് പിന്നെ ബ്രോസ്റ്റും വാങ്ങി. അങ്ങനെ ഫുഡൊക്കെ വയറ് നിറയെ കഴിച്ചു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് മക്കൾ നല്ല അലമ്പാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.